ഹലോ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തിരുത്തൂരാണ് കേട്ടോ. പലർക്കും ഇതറിയാമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചേച്ചിയുടെ വീടാണ്. അപ്പോൾ ചേച്ചിയുടെ പിള്ളേരെ കൂട്ടി അവിടെ അടുത്തുള്ളൊരു തോട്ടിൽ നമ്മൾ പള്ളത്തിനെ പിടിക്കാൻ വന്നേക്കാണ്. പള്ളത്തിനെ കുറച്ച് പിടിച്ചിട്ട് വേണം നമ്മൾ വേറൊരു പാടത്ത് പോയിട്ട് നീട്ടി ചൂണ്ടിടാനായിട്ട്. കുറച്ച് ചൂടൻ ചെമ്മീൻ നമ്മൾ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് ഓക്സിജൻ ഇട്ട് വെച്ചേക്കാണ്. ഇവിടം വരെ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ഇനി കുറച്ചായിട്ട് ഈ മീനുകൾക്ക് തീറ്റിട്ടുണ്ട് കൊടുക്കുകയാണ് നമ്മൾ. ഇപ്പോഴേ പള്ളത്തിക്കും ഡിമാൻഡായി തുടങ്ങിയിട്ടുണ്ട്. ചൂണ്ടിട്ട് പിടിക്കാനായിട്ട് എന്താ ഡിമാൻഡ്? വലയിട്ട് കഴിഞ്ഞാൽ നിറച്ചും കയറുമായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് കാത്തിരുന്നതിന് ശേഷം ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇല്ല, ഒത്തിരി നേരം കൊണ്ട് കാത്തിരുന്നിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇല്ല ഈ പൊടിച്ചെമ്മീനെ കേട്ടോ നമ്മൾ പള്ളത്തിയായിട്ട് യൂസ് ചെയ്യണേ, പള്ളത്തേക്ക് യൂസ് ചെയ്യണേ. ആ കിട്ടി, കണ്ടില്ലേ? വാവ്, കറുപ്പ്. പള്ളത്തിനെ പിടിക്കാൻ വന്നിട്ട് കറുപ്പ് കിട്ടി. കൊള്ളാം, കറക്റ്റ് കിട്ടി. ഒന്ന് വെയിലാറിയതിന് ശേഷമാണ് നമ്മളൊന്ന് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഒരു 4 മണിക്കാറ്റൊക്കെ പറയും, അടിപൊളിയായിരുന്നു. അപ്പോൾ കുറച്ച് നീങ്ങി നടക്കാനൊക്കെ ഉണ്ട് ആ കെട്ടിൻ്റെ അവിടെ സൈഡിലൊക്കെ ആയിട്ട്. പക്ഷെ ഇപ്പം നമ്മൾ അങ്ങോട്ട് പോകണില്ല. നമ്മുടെ മെയിൻ പരിപാടി പള്ളത്തിനെ തന്നെയാണ്. പള്ളത്തിലെയും ചെറിയ ചെറിയ ടൈപ്പ് മീനുകളാണ്. നമുക്ക് എന്തായാലും കുറച്ച് വേണം. എന്തുണ്ടല്ലോ, പോയി. അങ്ങനെ 1-2 കിട്ടിയതിന് ശേഷം വേറൊരു കല്ലാങ്കുരുന്ന് പറഞ്ഞ എന്തോ ഒരു മീനാണ്. എനിക്ക് അറിയില്ല കേട്ടോ കറക്റ്റായിട്ട്. അത് ഞാൻ കാണിച്ചു തരാം. ആ ഒരു ടൈപ്പ് മീനാണ് നമുക്ക് കിട്ടിയിരുന്നേ. ആകെ ഒരു ചെറുതാണ്. അതിന് വേണ്ടി ഇടി ഉണ്ടാക്കിയിട്ടാ ദേവ. അപ്പൊ എന്റെ കയ്യിലോട്ട് മാസം ചെയ്തപ്പോഴേക്കും എനിക്കൊരു ഇടി കിട്ടിയായിരുന്നു കേട്ടോ ആ സമയത്ത്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അതാണ് ഈ മീൻ. അതിനുശേഷം വീണ്ടും നമുക്ക് പള്ളത്തിനെ കിട്ടിയേട്ടാ. അപ്പൊ ആ കിട്ടിയ പള്ളത്തിന് ദേവയുടെ കയ്യിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് സേഫ് ആയിട്ട് പിടിച്ചോളൂ. മറ്റേത് ഇത്തിരി മുള്ളുള്ള ടൈപ്പ് ആയിരുന്നു കേട്ടോ. അപ്പൊ ആള് ഹാപ്പിയാണ്. അങ്ങനെ കുറച്ച് നമുക്ക് കിട്ടിയായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ പോവാണ്. എല്ലാം കെട്ടിപ്പറക്കി നമ്മള് പാടത്തോട്ടാണ് നേരെ വിടുന്നത്. അങ്ങനെ നമ്മുടെ കയ്യിൽ ചൂണ്ടയൊക്കെ റെഡിയാക്കി നമ്മൾ മടക്കി വെക്കാണ്. അപ്പൊ നേരെ ഇരുട്ടാവണേന് മുന്നേ നമുക്ക് അവിടെ എത്തണം. എങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മൾ പ്രതീക്ഷിച്ച മീനൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ പോകുമ്പോൾ ഈ പൂതോട്ടിന്റെ സൈഡിലായിട്ട് ഇമാർക്ക് ബ്രാലിനെയൊക്കെ കിട്ടിയിരുന്ന കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അങ്ങനെ നീട്ടി ചൂണ്ടിടുന്ന സ്ഥലം എത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പാടം കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു കുളം പോലുള്ള സ്ഥലത്ത് കുറച്ച് വെള്ളവും പലതരത്തിലുള്ള മീനുകളൊക്കെ ഇവിടെ നിന്ന് കിട്ടാറുണ്ട്. അപ്പൊ പലപ്പോഴും നമ്മൾ ഇവിടെ വരാറുണ്ട് കേട്ടോ. പല ആൾക്കാർക്കും കിട്ടാറുണ്ട് മീനുകൾ. അങ്ങനെ ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ഈ ചൂണ്ടിടാനായിട്ട് തീരുമാനം എടുത്തത്. അനിയനാണെങ്കിൽ ഒരറ്റത്ത് നിന്ന് ചൂണ്ട നീട്ടി പിടിച്ചിട്ടുണ്ട്. അങ്ങനെ എപ്പോഴത്തെയും പോലെ സ്ഥിര അന്നദാനം ഇന്നാവല്ലെന്ന് പ്രാർത്ഥിച്ച് ചേട്ടനേരെ ഓർത്തിടുന്നുണ്ടേ. കുളത്തിൽ നമ്മ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം വന്ന് കീറിയ കാണാതെ വലിച്ചു പോണാണ്ടോ നമ്മളിതിങ്ങനെ. അമ്മേ എന്തു ചാടിയതുണ്ട് ഇപ്പൊ. കുളത്തിടണം. അപ്പൊ നമ്മളത് ഇതുപോലെ സൈഡിലായിട്ട് ഇതുപോലെ പള്ളത്തിനെ കൊളുത്തിട്ടത് ലൈവായിട്ട് നമ്മൾ ഇട്ടേക്കാണ്. 3 കൊളുത്തിട്ടുണ്ട്. നേരെ ശങ്കര അറ്റത്ത് നിൽക്കണ്ട അപ്പുറത്തെ കരയിലോട്ട്. മതി. കുളത്ത് വന്നിട്ട് ഒരു 50 കൂടുതലുണ്ടാവും കേട്ടോ. അപ്പൊ മാക്സിമം നമുക്ക് കിട്ടിയ മീനുകളെ കോർത്ത് ഇടുകയാണ് ഇങ്ങനെ. അങ്ങനെ ഏകദേശം നമ്മളിതേ കുളത്തി ഇടണ അവസാനിപ്പിക്കാറായിട്ടുണ്ട്. അപ്പോഴേക്കും ദേവനൊരു ചൊടിയൊക്കെ ദേവന പാത്രത്തിൽ നിന്നൊക്കെ മീൻ എടുത്ത് സഹായിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആ ചൂണ്ടിയില്ലേ അതൊന്ന് നടുക്കോട്ടാക്കിയിട്ടുണ്ട്. അവിടെയൊക്കെ നല്ലോണം മീൻ അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്കും കിട്ടും. അങ്ങനെ 1.5 മണിക്കൂറിന് ശേഷത്തിന്റെ കാത്തിരിപ്പാണ് കേട്ടോ ഇത് ചെറിയൊരു വെട്ടത്തിലാണ് നമുക്ക് എടുക്കാൻ പറ്റിയിരുന്നത്. ബ്രാലിനെ ഏണ്ട കിട്ടിയിരുന്നത്. ഒരു 3-4 ടൈപ്പ് ഇത്രയും വലിപ്പമുള്ള അതിനാണ് നമുക്ക് കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ മീൻ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ സമയമൊന്നും അറിയില്ല കേട്ടോ. നമ്മൾ ആ ഒരു വഴിക്ക് പോകും. അങ്ങനെയായിരുന്നു കേട്ടോ. നമ്മുടെ ടൈം പോയത് നമുക്ക് അറിയില്ലായിരുന്നു. നമ്മൾ മീൻ കിട്ടി കഴിഞ്ഞപ്പോൾ അതിലേറെ സന്തോഷം കേട്ടോ. അപ്പൊ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.